സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആദ്യം നമുക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു അഭിപ്രായം കേൾക്കാം. അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. സംസ്ഥാനം വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥ ആരോഗ്യ മേഖലയാക്കി അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോയില്ലല്ലോ. ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ചികിത്സയ്ക്ക് പോകണം, അദ്ദേഹം അസുഖം ഭേദമായി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചതെന്ന് പോയി തിരിച്ചു വരേണ്ടതെന്ന് പറഞ്ഞു. അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ തേടിയതിനെ കുറിച്ചാണ് വി.ഡി. സതീശൻ പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായോ? അതുകൊണ്ടാണോ പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോയത്? എന്താണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിടുന്ന പ്രശ്നം? ഈ വിഷയങ്ങൾ കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ക്യാൻസർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിനാണ് അദ്ദേഹം ചികിത്സ തേടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തരം ക്യാൻസർ ചികിത്സയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്. സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റും എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റും അടക്കം സ്പെഷ്യലൈസ്ഡ് റിസർച്ച് കേന്ദ്രം കൂടിയാണ് മയോ ക്ലിനിക്. കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നാം നമ്പറാണല്ലോ, പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് ചികിത്സ തേടി പോകുന്നത് എന്നാണ് അസുഖങ്ങളിലൊന്നും രാഷ്ട്രീയം കലർത്താത്ത ചിലരുടെ ചോദ്യം. പിണറായിക്ക് ഈ ക്യാൻസർ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അതായത് രോഗം മൂർച്ഛയ്ക്ക് മുമ്പ് ചികിത്സിച്ചാൽ ഫലം കിട്ടുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് വിദഗ്ധ ഡോക്ടർമാർ അദ്ദേഹത്തെ മയോ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്തത്. ഇത് 4ാം തവണയാണ് അമേരിക്കയിലെ മിനസോട്ടയിലുള്ള മയോ ക്ലിനിക്കിലേക്ക് അദ്ദേഹം ചികിത്സയ്ക്കായി പോകുന്നത്. ഓരോ തവണയും വിജയകരമായി ചികിത്സ പൂർത്തിയാക്കി ആരോഗ്യത്തോടെയാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. അടുത്ത ചികിത്സയ്ക്കുള്ള സമയം അപ്പോൾ തന്നെ ഡോക്ടർമാർ പറയും എന്നുള്ള രീതിയാണ് അവിടെ ഉള്ളതെന്നാണ് ചില ഡോക്ടർമാരായ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മോശമായതുകൊണ്ടല്ല പിണറായി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി പിണറായി വിജയൻ എന്ന നേതാവുമല്ല ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ സോണിയാഗാന്ധിയുണ്ട്, കെ കരുണാകരനുണ്ട്, എ.കെ. ആന്റണിയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, കെ സുധാകരനുണ്ട്, കോടിയേരി ബാലകൃഷ്ണനുണ്ട്, ബി.ജെ.പി. നേതാക്കളായ അരുൺ ജെയ്റ്റ്ലിയുണ്ട്, മനോഹർ പരീക്കറുണ്ട്. ഇവരൊന്നും ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ ചികിത്സ ഇല്ലാത്തത് കൊണ്ട് പോയതല്ല, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. ഏതാണ്ട് $150 ബില്യൺ GSDP ഉള്ള സംസ്ഥാനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവിന് ഏറ്റവും മികച്ച ചികിത്സ തന്നെ കിട്ടണമെന്നാണ് അഭിപ്രായം. നാളെ മോദിക്കോ മറ്റാർക്കും എങ്കിലോ ഇത്തരം ചികിത്സ വേണ്ടി വന്നാൽ അവരും പോകണമെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം അവരെല്ലാം നമ്മളെ നയിക്കുന്ന, രാജ്യത്തിന് വേണ്ടി ആരോഗ്യം നോക്കാതെ പണിയെടുക്കുന്ന നേതാക്കളാണ്. അവരുടെ ആരോഗ്യം രാജ്യത്തിൻ്റെ തന്നെ ആവശ്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്നുള്ള രീതിയിലോ രാഷ്ട്രീയ തിമിരം ബാധിച്ച് ടെക്സാസിലെ മിന്നൽ പ്രളയത്തിലും പിണറായിയുടെ ചികിത്സയ്ക്കുമെല്ലാം പരിഹാസ സ്മൈലികളുമായി വരുന്ന സോഷ്യൽ മീഡിയ ജീവികളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, എങ്കിലും പറഞ്ഞതാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മിക്കവരുടെയും ഉത്തരം കെ ശൈലജ എന്നായിരിക്കും. പക്ഷേ നമ്മൾ മറന്നുപോകുന്ന ഒരു പേരുണ്ട്, പി.കെ. ശ്രീമതി. ആരോഗ്യരംഗത്തെ ശരിയായ ദിശയിലേക്ക് പിടിച്ചു നടത്തിയത് ശ്രീമതി ടീച്ചറാണ്. ഏറെക്കാലത്തിന് ശേഷം CPM ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തത് VS സർക്കാരിൻ്റെ കാലത്തായിരുന്നു. അപ്പോഴാണ് ശ്രീമതി ടീച്ചർ മന്ത്രിയായത്. ഒരുപാട് മാറ്റങ്ങൾ വകുപ്പിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. VS സർക്കാരിന് ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആദ്യകാലത്ത് അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രിയായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം VS ശിവകുമാറായി ആരോഗ്യമന്ത്രി. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കേട്ട മന്ത്രിയായിരുന്നു ശിവകുമാർ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വീണ ജോർജിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ, ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുന്നവർ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നീടാണ് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ ശൈലജ ആരോഗ്യമന്ത്രിയായി എത്തുന്നത്. ശ്രീമതി ടീച്ചർ ചെയ്തതിൻ്റെ തുടർച്ചയായിരുന്നു ശൈലജ ടീച്ചറിൻ്റെയും പ്രവർത്തനം. പിന്നീട് നിപ്പയും കോവിഡും എല്ലാം വന്നതോടെ അവർ അവസരത്തിനൊത്തുയർന്നു. ആരോഗ്യവകുപ്പും ജനങ്ങളും ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഊഷ്മളമായ ബന്ധമുണ്ടായ ഒരു കാലമായിരുന്നു അത്. ടീച്ചറിനൊപ്പം മികച്ചൊരു ടീമും ഉണ്ടായിരുന്നു. അതായിരുന്നു ശൈലജ ടീച്ചറിൻ്റെ കരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ശൈലജ ടീച്ചറിനെ വെച്ച് താരതമ്യം ചെയ്യുന്നതാണ് വീണ ജോർജ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമുക്ക് പറയാം. വിജയിച്ച ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വിജയിക്കണമെങ്കിൽ ഒന്നാമത്തേതിനേക്കാൾ മികച്ചതാകണമല്ലോ. അതാണ് വീണ ജോർജ് നേരിടുന്ന പ്രശ്നം. വീണയ്ക്ക് അവരുടേതായ പ്രവർത്തന രീതിയുണ്ട്, പക്ഷേ അനുഭവജ്ഞാനത്തിൻ്റെ കുറവുണ്ട്, സംഘടനാ പ്രവർത്തനത്തിൻ്റെ കുറവുണ്ട്. പി.കെ. ശ്രീമതിക്കും കെ ശൈലജയ്ക്കും സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവുണ്ട്.
അത് വീണയ്ക്കില്ലാത്തത് അവരുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോഴും അത്ര മോശം മന്ത്രിയായി വീണ ജോർജിനെ എഴുതി തള്ളേണ്ടതില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. MLA ആയതു മുതൽ മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ആളാണ് വീണ ജോർജ്. മന്ത്രിയായപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത്. അതുകൂടി ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ പിന്നണിയിലുണ്ട് എന്നുള്ളത് ഈ വിവാദങ്ങൾ നോക്കിക്കാണുന്ന സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി കേരളത്തിലെ ആരോഗ്യ രംഗത്തിലേക്ക് വന്നാൽ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിച്ച ദാരുണ സംഭവം, അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാം കൺസേണിന് കാരണം. ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് നടത്തിയ ചില തുറന്നു പറച്ചിലുകളും നമ്മുടെ മുന്നിലുണ്ട്. കോട്ടയത്ത് കെട്ടിടം തകർന്നതിന് പിന്നാലെ അവിടെ എത്തിയ മന്ത്രിമാർ, അതായത് VN വാസുവിനും വീണ ജോർജും നടത്തിയ പരാമർശങ്ങളാണല്ലോ പിന്നീട് വിവാദമായത്. തകർന്ന കെട്ടിടത്തിൽ ആരുമില്ലെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അക്കാര്യം മന്ത്രിമാർ പറഞ്ഞത് സൂപ്രണ്ട് ജയകുമാർ ഡോക്ടർ പറഞ്ഞിട്ടാണ്. ജയകുമാർ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന മറ്റാരോ ഏതോ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് മന്ത്രിമാരോട് ഇക്കാര്യം ധരിപ്പിച്ചത്. മന്ത്രിമാർ ഇങ്ങനെ പറഞ്ഞത് കാരണം രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള ആരോപണമാണ് പിന്നീട് കേട്ടത്. മന്ത്രിമാർ ആ സന്ദർഭത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം. ഈ ഒരു സംഭവം കൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം ആകെ തകർന്നുപോയി എന്ന് വിലപിക്കുന്നവരോട് ചിലത് പറയാനുണ്ട്. കോട്ടയത്ത് കുറച്ചുനാൾ മാധ്യമപ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ഞാൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ട്, ചികിത്സയും തേടിയിട്ടുണ്ട്. 4 ജില്ലകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്ന നിലയിലുള്ള പരാധീനതകൾ മാത്രമാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. പല ചികിത്സാ രീതികളിലും നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആശുപത്രി കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മരിച്ചു പോകുമെന്ന് പറഞ്ഞ വാവാ സുരേഷിനെ രക്ഷപ്പെടുത്തിയെടുത്തിയ ആശുപത്രിയുമാണ്. അങ്ങനെ ഒരു ആശുപത്രിയുടെ ശോഭ ഇത്തരം ഒരു സംഭവത്തിലൂടെ തകർന്നു പോകുമോ? ഇല്ല. കേരളത്തിലെ ആരോഗ്യരംഗം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മന്ത്രിയുടെ മാത്രം പ്രശ്നമാണോ? അല്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളുടെ അപര്യാപ്തതയുണ്ട്. മന്ത്രിക്ക് താഴെ പണിയെടുക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ ലെവൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുണ്ട്, അല്ലെങ്കിൽ അലംഭാവമുണ്ട്. എല്ലാം പ്രശ്നമാണ്. മിക്കപ്പോഴും ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളെയാണ് ഞാൻ ആശ്രയിക്കാറുള്ളത്. മികച്ച ചികിത്സ കിട്ടാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെയും അനുഭവം അതുതന്നെയാണ്. പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടാറുണ്ടെങ്കിലും പൊതു ആരോഗ്യരംഗം പണ്ടത്തതിനേക്കാൾ മികച്ചതായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ മുരളി തുമ്മാരുകൂടി എഴുതിയ ഒരു കുറിപ്പിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കേരളത്തിലെ സർക്കാർ മേഖലയിലുള്ള ആരോഗ്യരംഗവുമായി ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളി തുമ്മാരുകൂടി തൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. എൻ്റെ അനവധി സുഹൃത്തുക്കൾ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരായുണ്ട്. എൻ്റെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ഉൾപ്പെടെ ചികിത്സയ്ക്കായി ഞാൻ ഇപ്പോഴും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാറുണ്ട്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ പലപ്പോഴും പോകാറുമുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് തുമ്മാരുകൂടി പറയുന്നത്. ഈ പരിചയത്തിൻ്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കുറിപ്പ് തുടങ്ങുന്നത്. കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളിൽ അതിശയകരമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ സംവിധാനങ്ങളിലും ആരോഗ്യ സൂചികകളിലും അത് വ്യക്തവുമാണ്. മുൻപും ഇപ്പോഴും സർക്കാർ ആശുപത്രികളിൽ പോയിട്ടുള്ളവർക്ക് ഇക്കാര്യം കൂടുതൽ വ്യക്തമാകും. ഇതിനർത്ഥം നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളില്ല എന്നല്ല. കേരളത്തിൻ്റെ സർക്കാർ ആരോഗ്യ മേഖലയിൽ ഇപ്പോഴും പരിമിതികൾ ഏറെയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ, മെഡിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യതയുടെ, മരുന്നിൻ്റെ ലഭ്യതയുടെ, ആവശ്യത്തിന് ഡോക്ടർമാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ എന്നിങ്ങനെ പല പരാധീനതകളും ഉണ്ട് എന്ന് മുരളി തുമ്മാരുകൂടി എഴുതുന്നു. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സാമ്പത്തികമാണ്. ഒരു വികസ്വര രാജ്യം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധ്യമായ ആരോഗ്യരംഗത്തെ നിക്ഷേപവും ചെലവും കൊണ്ടാണ് വികസിത രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന ചികിത്സകൾ നൽകാനും ആരോഗ്യ സൂചികകൾ നേടാനും നമ്മുടെ സംവിധാനം ശ്രമിക്കുന്നത്. അത് എളുപ്പമുള്ള കാര്യമല്ല. കോട്ടങ്ങളും കുറവുകളും ഉണ്ടാകും. വിഷയം സാമ്പത്തികം മാത്രമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പണം ലഭ്യമാകുമ്പോഴും തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥ മേധാവിത്വ രീതികളും അത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണവും സാവധാനവുമാക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മുരളി തുമ്മാരുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ആരോഗ്യരംഗത്ത് ചിലവാക്കേണ്ട സമയം സീനിയർ ഡോക്ടർമാർ ഫയലുകളും മറ്റും നീക്കാനും ഉത്തരം പറയാനും ചിലവാക്കേണ്ടി വരുന്നു. സഹികെട്ട് ചിലരെങ്കിലും അത് പുറത്തു പറയാൻ നിർബന്ധിതരാകുന്നു. ഏറ്റവും പുതിയ മെഡിക്കൽ കോളേജുകൾ അല്ലാത്ത മറ്റു സർക്കാർ മെഡിക്കൽ സ്ഥാപനങ്ങളൊന്നും ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയവയല്ല, മറിച്ച് ഓർഗാനിക്കായി വളർന്നു വന്നവയാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഭൗതികമായ ദൂരവും പ്രൊസീജിയറുകളുടെ സംയോജനവും വേണ്ടത്ര യുക്തിസഹമല്ല എന്നാണ് തുമ്മാരുകൂടി എഴുതുന്നത്. അതിൻ്റെ ഭാഗമായി ആശുപത്രികളിൽ എത്തുന്നവരും
പ്രത്യേകിച്ച് കൂട്ടിരിപ്പുകാരും വലയുന്നു. അത്തരം കാര്യങ്ങൾ ഒട്ടും അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ ഒഴിവാക്കാവുന്നതാണെന്നുള്ള നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഈ കോട്ടങ്ങളും കുറവുകളും നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ആരോഗ്യരംഗം നേടിയിട്ടുള്ള നേട്ടങ്ങളും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള വിസ്മയകരമായ പുരോഗതിയും ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ആശുപത്രി കെട്ടിടങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ ലെവലാണ്. പലയിടത്തും ഇത് സാധ്യമായത് കിഫ്ബി പദ്ധതികൾ കൊണ്ടാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതേ കിഫ്ബിയാണ് ആളുകൾ വിമർശിക്കുന്നത് എന്നത് വിരോധാഭാസമാണ് എന്നുകൂടി തുമ്മാരുകൂടി എഴുതുന്നുണ്ട്. ഏറ്റവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ പോലും ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ചിലവുകളാകട്ടെ നാമമാത്രവും. ബ്രെയിൻ ഹെമറേജ് ബാധിച്ച് തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിലെത്തിയ ഒരു സുഹൃത്ത് എനിക്കുമുണ്ട്. ഒരു മാസത്തിലേറെ സമയമെടുത്ത ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഇതേ ചികിത്സകൾ പുറത്തുള്ള ആശുപത്രിയിൽ ലഭിച്ച ഒരാൾക്ക് 50 ലക്ഷത്തിലധികം തുക ചെലവായി എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിലെ ചിലവ് 1 ലക്ഷം രൂപ പോലും ആയതുമില്ല. ഇതൊക്കെ ആർക്കും അന്വേഷിച്ചറിയാവുന്ന ദൈനംദിന യാഥാർത്ഥ്യങ്ങളാണെന്നാണ് മുരളി തുമ്മാരുകൂടി എഴുതുന്നത്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവാണ്. എന്നാൽ സ്വകാര്യ ആശുപത്രികൾക്ക് അവരുടെ നിക്ഷേപത്തിനുള്ള റിട്ടേൺ രോഗികളിൽ നിന്നും ഈടാക്കിയേ പറ്റൂ. വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലുമായി അനവധി നാടുകളിലെ ആരോഗ്യ സംവിധാനം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിസമ്പന്നമായ ബ്രൂണോയും സ്വിറ്റ്സർലൻഡും പോലുള്ള രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുമുണ്ട്. ജർമ്മനിയിലെ ആരോഗ്യരംഗവും പൊതുവെ മെച്ചപ്പെട്ടതാണ്. എന്നാൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഉള്ള ആരോഗ്യ സംവിധാനങ്ങൾ കോർത്തിണക്കി ഏതൊരു സാധാരണക്കാരനും ആധുനിക ചികിത്സ സാധ്യമാക്കുന്ന ഒരു സംവിധാനം ഇത്രയും കുറഞ്ഞ വിഭവങ്ങളുള്ള സമ്പദ് വ്യവസ്ഥയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് സാധ്യമാകുന്ന മറ്റൊരു സ്ഥലം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ പേരിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ മുതൽ മുകളിലുള്ള വകുപ്പും മന്ത്രിയും വരെ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് മുരളി തുമ്മാരുകൂടി എഴുതുന്നത്. നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ മേന്മയും നമ്മൾ നടത്തുന്ന പുരോഗതിയും കാണാനും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പിന്തുണയ്ക്കാനും അഭിനന്ദിക്കാനും നമ്മൾ പൊതുവെ സമയം കണ്ടെത്താറില്ല. അതേസമയം ഇവിടുത്തെ ചെറിയ കുറ്റങ്ങൾ പോലും പർവ്വതീകരിച്ചുകൊണ്ട് ആരോഗ്യ സംവിധാനത്തെ താറടിക്കാൻ എപ്പോഴും തിരക്ക് കൂട്ടുന്നതും കാണാം. രണ്ടാം പിണറായി സർക്കാരിലെ പുതിയ മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് ആരോഗ്യമന്ത്രിയായ ശ്രീമതി വീണ ജോർജ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. മാധ്യമരംഗത്തു നിന്നും വളർന്നു വന്നതിനാൽ ആ രംഗത്തുള്ളവരുടെ സൂക്ഷ്മ പരിശോധന അതിനൊരു കാരണമാണ്. എന്നിട്ടും ഈ വിമർശനങ്ങൾക്ക് നടുവിലും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനോടൊപ്പം ഈ വിഷയത്തിൽ ഉൾപ്പെടെ വളരെ പക്വമായ നിലപാടാണ് ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മുരളി തുമ്മാരുകൂടി എഴുതുന്നത്. നമ്മുടെ ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെട്ടതാകുക തന്നെ ചെയ്യുമെന്നുള്ള പ്രത്യാശയാണ് അദ്ദേഹം ആ കുറിപ്പിൻ്റെ അവസാനം പങ്കുവയ്ക്കുന്നത്. അതായത് കേരളം ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. നീതി ആയോഗിൻ്റെ മറ്റും കണക്കുകൾ അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കെട്ടിടം തകർന്നു വീണാൽ ഒപ്പം വീഴുന്നതല്ല കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊതു ആരോഗ്യരംഗം ഇനിയും മെച്ചപ്പെടാനുണ്ട്, കുറവുകൾ പരിഹരിക്കപ്പെടാനുണ്ട്. അതൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ അപ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികളും ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ മൊത്തം താഴ്ത്തിക്കാട്ടുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അഭ്യർത്ഥന. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.